രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അത് രാമൻ ഇരിക്കുന്നിടം അയോധ്യയാകുമല്ലോ എന്നോർത്ത് മറ്റാളുകൾ സന്തോഷിച്ചിട്ടുണ്ടാകും. ആ അവസരത്തില് കൈകേയിക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി. അതാണ് ഏവം ബ്രുപതി കാകുത്സ്ഥേ കൈകേയ്യ ഭയമാഗതം. കാകുത്സ്ഥൻ ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞ അവസരത്തില് കൈകേയിയുടെ ഹൃദയത്തില് വലുതായിട്ടുള്ളതായ ഭയമുണ്ടായി. അവളുടെ മുഖം ആകെ ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും ക്രോധം കൊണ്ടും നിറഞ്ഞു. മുഖമാകെ ഉണങ്ങിപ്പോയി എന്ന് മാത്രമല്ല സ്വരശ്ചാപി വ്യരുദ്ധ്യത, അവർക്ക് സംസാരിക്കാൻ നേരെ പറ്റുന്നില്ല. ശബ്ദം ആകെ പരിങ്ങലിലായി, കണ്ഠമിടറി. അതുകൊണ്ട് നേരെ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി തീർന്നു. കൈകേയി ഉടൻ തന്നെ രാജാവിനോട് പറഞ്ഞു, ഈ നാട്ടിലുള്ള സകല മനുഷ്യരെയും സകല ഐശ്വര്യത്തെയും ഈ നാട്ടിൽ നിന്നെടുത്ത് രാമനോടൊപ്പം കാട്ടിലേക്ക്, രാമൻ വസിക്കുന്നിടത്തേക്ക് അയക്കുകയാണെങ്കിൽ പിന്നെ ഈ നാട് വെറും പുറംതൊണ്ട് മാത്രമായി പോകും. അങ്ങനെയുള്ളതായ ഈ രാജ്യം ഭരതൻ ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല, ഭരതൻ സ്വീകരിക്കില്ല. ഭരതന് വേണ്ടത് ധനധാന്യ സമൃദ്ധമായിരിക്കുന്ന ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ അയോധ്യയാണ്. കൈകേയി മഹാരാജാവിനോട് പറഞ്ഞു, രാമനെ കാനനത്തിലേക്ക് സമ്പത്തൊന്നും കൊടുക്കാതെ തള്ളിവിടുകയാണ് വേണ്ടത്. അങ്ങയുടെ വംശത്തിൽ പണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൈകേയി ദശരഥനോട് പറയുക. കൈകേയി പറഞ്ഞു, തവൈവ വംശേ സകരോ ജ്യേഷ്ഠപുത്രം ഉപാരുധത് അസമഞ്ജ ഇതി ഖ്യാതം തഥായം ഗന്ധുമർഹസി. അല്ലയോ രാജാവേ, അങ്ങയുടെ തന്നെ വംശത്തിൽ, കൈകേയിയുടെ വംശത്തില് കൈകേയിയുടെ അമ്മ ചെയ്തതായ പ്രവൃത്തിയെക്കുറിച്ച് സുമന്ത്രർ പറഞ്ഞതിനുള്ള ആ ദേഷ്യം കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. എന്റെ അമ്മ അങ്ങനെ പ്രവർത്തിച്ചു. ഇതാ ഈ ദശരഥന് അനേക തലമുറകൾക്ക് മുമ്പ് ദശരഥന്റെ ഒരു കാരണവര്, ഒരു മുതുമുത്തച്ഛൻ, അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. മൂത്ത മകനെ കാനനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സകരൻ എന്നു പേരായ രാജാവ്. അതാണ് അങ്ങയുടെ തന്നെ വംശത്തില്, തവൈവ വംശേ, അങ്ങയുടെ തന്നെ വംശത്തില് സകരൻ എന്നു പേരായ രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ 60,000 മക്കളായിരുന്നു അദ്ദേഹത്തിന്. 2 ഭാര്യമാര്, ഒരു ഭാര്യയില് ഒരു മകൻ. അവനായിരുന്നു മൂത്തയാള്, അസമഞ്ജസ് എന്ന ആ രാജകുമാരന്റെ പേര്. മറ്റേ ഭാര്യയില് 60,000 മക്കള്. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പേര് സകരൻ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത്രയും ഓർത്ത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സാഗരന്മാർ എന്ന് അവരെ പറയും. അങ്ങനെ ഈ സകരൻ അന്ന് എന്ത് ചെയ്തു? ഈ അസമഞ്ജസിനെ കാട്ടിലേക്ക് എറിഞ്ഞു. അയോധ്യയിൽ നിന്നിട്ട് ബഹിഷ്കരിച്ചു. അതേ പ്രകാരത്തിൽ ആ അവസരത്തില് അസമഞ്ജസിനോടൊപ്പം സമ്പത്തിനെ കൊടുത്തയച്ചില്ല, സൈന്യത്തെ അയച്ചില്ല, അതേപോലെ തന്നെ ധനധാന്യങ്ങളെ അയച്ചില്ല. പിന്നെയോ അസമഞ്ജസനെ മാത്രമായിട്ട് മേലിൽ അയോധ്യയിൽ കടന്നു പോകരുത് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് എറിഞ്ഞു. അതേപോലെ രാമൻ കാട്ടിൽ പോകണം. ഇതാണ് കൈകേയിയുടെ ആവശ്യം. ഒരു സമ്പത്തിന്റെ ഒരു ചെറിയ കണിക പോലും രാമന് നൽകാൻ പാടില്ല. ഇങ്ങനെ ദശരഥ മഹാരാജാവിനെ അപമാനിക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടും രാമന് യാതൊന്നും കൊടുക്കരുത്. ദശരഥൻ പറഞ്ഞതുപോലെ അയോധ്യയിലെ മുഴുവൻ സമ്പത്തും കൊടുത്ത് അയക്കാനാണല്ലോ ദശരഥൻ കൽപ്പിച്ചത്. അത് കൊടുക്കരുത്
എന്ന് ശാഠ്യം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകേയി പറഞ്ഞപ്പോ ദശരഥ മഹാരാജാവിന്റെ മന്ത്രിമാരുടെ കൂട്ടത്തില് വയോവൃദ്ധനായിട്ടുള്ള സിദ്ധാർത്ഥൻ എന്നു പേരായ മന്ത്രി അദ്ദേഹം കൈകേയിയോട് പറഞ്ഞു, അല്ലയോ കൈകേയി, അസമഞ്ജസനെ സകരൻ കാനനത്തിലേക്ക് ഉപേക്ഷിച്ചത് ഇതേപോലുള്ളൊരു സന്ദർഭത്തിലല്ല, വിഭിന്നമായ സന്ദർഭത്തിലാണ്. ആ അസമഞ്ജസൻ ക്രൂരനായിരുന്നു. എല്ലാ പ്രകാരത്തിലുമുള്ളതായ സ്വഭാവ ദൂഷ്യം അസമഞ്ജസനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിത്യജിച്ചത്. രാമൻ വേറൊരു അസമഞ്ജസല്ല. ആ അസമഞ്ജസൻ ആ നാട് മുഴുവൻ സഞ്ചരിച്ചിട്ട് കൊച്ചുകുട്ടികളെ എല്ലാം എടുത്ത് ഗംഗയിലേക്ക് എറിയും, യമുനയിലേക്ക് എറിയും. അവരെ വെള്ളം കുടിച്ച് പെടഞ്ഞ് മരിക്കുന്നത് കണ്ട് സന്തോഷിക്കും. ഇതൊക്കെയായിരുന്നു ആ അസമഞ്ജസന്റെ സ്വഭാവം. അയാളുടെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. ക്രൂരൻ. പിശാചന്മാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നു. നാട്ടുകാര് വേറെ ഒരു മാർഗവുമില്ലാതെ സകര മഹാരാജാവിന്റെ മുന്നിൽ ചെന്ന് ഇക്കാര്യം അറിയിച്ചു. സകരൻ ഉടനെ തന്നെ ആ നാട്ടുകാർ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അസമഞ്ജസനെ നാട്ടിൽ നിന്നിട്ട് ആട്ടിപ്പായിച്ചു, പുറത്തേക്ക് എറിഞ്ഞു. ഇനി അയോധ്യയിൽ പ്രവേശിക്കാൻ പാടില്ല. കിരീടം മൂത്ത മകൻ എന്നുള്ള നിലയിൽ ധരിക്കേണ്ടയാളിനെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അതേപോലെ രാമനെയും കാട്ടിലേക്ക് എറിയണമെന്നാ പറഞ്ഞത്. രാമൻ അസമഞ്ജസല്ലല്ലോ. അസമഞ്ജസനെ കാട്ടിലേക്ക് എറിഞ്ഞത് അയാളുടെ അയോഗ്യത മൂലം, അയാളുടെ ക്രൂരതകൾ മൂലം, ദുഷ്ടതകൾ മൂലം. രാമനാകട്ടെ ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും ഹിതം പ്രവർത്തിക്കുന്നയാൾ, പരമധാർമ്മികൻ, എല്ലാവരോടും അങ്ങേയറ്റം വാത്സല്യമുള്ളയാൾ. ഈ ലോകത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ധർമ്മത്തിന്റെ സ്വരൂപമായിട്ട് രാമൻ വിളങ്ങുന്നു. അങ്ങനെയുള്ള രാമനെ, യാതൊരു ദോഷമില്ലാത്ത രാമനെ എങ്ങനെയാണ് കാനനത്തിലേക്ക് ഉപേക്ഷിക്കുക? കൈകേയിയുടെ ദശരഥനെ ആക്ഷേപിക്കാനും രാമനെ കാട്ടിലേക്ക് എറിയാനും കൈകേയി കൊണ്ടുവന്നതായ ആ വാദത്തെ സിദ്ധാർത്ഥൻ എന്നു പേരായ ആ മുതിർന്ന മന്ത്രി എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃത്യമായിട്ട് ഖണ്ഡിച്ചു. എന്നിട്ട് സിദ്ധാർത്ഥൻ പറഞ്ഞു, അല്ലയോ കൈകേയി, നീ രാമനെ കാനനത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇതിന്റെ ഫലം മഹാപാപമാണ്. അത് നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. സിദ്ധാർത്ഥൻ കൈകേയിക്ക് കൃത്യമായിട്ടുള്ളതായ ഒരു മുന്നറിയിപ്പ് നൽകി. എങ്കിലും മഹാരാജാവ് കൈകേയി അങ്ങനെ പറഞ്ഞപ്പോ സമ്പത്ത് മുഴുവൻ രാമനോടൊപ്പം കാട്ടിലേക്ക് അയക്കാൻ, സൈന്യത്തെ മുഴുവൻ അയക്കാൻ ഉള്ളതായ തീരുമാനത്തിൽ നിന്നിട്ട് രാജാവിന് പിൻവാങ്ങേണ്ടി വന്നു. രാജാവ് പിൻവാങ്ങി. തുടർന്ന് രാജാവ് രാമനെ എല്ലാ പ്രകാരത്തിലും അനുഗ്രഹിച്ച്, രാമന്റെ നിർബന്ധം മൂലം രാമൻ കാനനത്തിലേക്ക് പോവാണ്. കൈകേയിയുടെ വാക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി, ദശരഥനെ സത്യപ്രതിജ്ഞനാക്കാൻ വേണ്ടി ദശരഥ മഹാരാജാവിന് അത് സമ്മതിക്കേണ്ടി വരുന്നു. ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്ക് സമ്പത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് രാമൻ പോലും ആ സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോ ദശരഥൻ സമ്പത്തിനെയും സൈന്യത്തെയും കൂടെ അയക്കുവാനുള്ളതായ തന്റെ ആ തീരുമാനത്തിൽ നിന്നിട്ട് പിന്മാറി. രാമൻ പറഞ്ഞു, തിക്തഭോഗസ്യ മേ രാജൻ വനേ വന്യേന ജീവതഃ കിം കാര്യം അനുയാത്രേണ തിക്തസംഘസ്യ സർവതഃ. അല്ലയോ മഹാരാജാവേ, ഞാൻ സകല സുഖങ്ങളെയും വലിച്ചെറിഞ്ഞിരിക്കുന്നു. തിക്തഭോഗനാണ് ഞാൻ. പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്നതായ സകല സുഖങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കാനനത്തില് ലഭിക്കുന്നതായ സൗകര്യങ്ങൾ, അത് വെയിലും മഴയും മഞ്ഞും ഒക്കെ ഉണ്ട് കാനനത്തിലെ സൗകര്യങ്ങളായിട്ട്. പിന്നെ കായ്കനികളും കിഴങ്ങുകളും കാട്ടാറിലെ വെള്ളവും, ഇതാണ് വന്യമായിരിക്കുന്നതായ വിഭവങ്ങൾ. അവയെ
കഴിച്ചുകൊണ്ട് അവയുടെ നടുവില് കഴിയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടവനാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കിങ്കാര്യം അനുയാത്രേണ, എന്നെ പിന്തുടരാൻ മറ്റ് ആളുകൾ, സൈന്യങ്ങൾ, സമൂഹം ഒക്കെ വരേണ്ട കാര്യമെന്ത്? അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? എനിക്ക് ആവശ്യമില്ല. ആരും എന്റെ കൂടെ വരാൻ പാടില്ല. ഞാൻ തിക്തസംഘസ്യ സർവതഃ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തനാണ്. എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തനാണ്. സകല സംഘങ്ങളെയും ഞാനിതാ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, ഇതൊന്നും തന്നെ എന്നോടൊപ്പം അയക്കേണ്ട കാര്യമില്ല. തഥാ മമ സദാം ശ്രേഷ്ഠ കിം ധ്വജിന്യാജഗത്പദേ. അല്ലയോ ഈ ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന മഹാരാജാവേ, എനിക്ക് ഈ സൈന്യത്തെ കൊണ്ട് എന്ത് പ്രയോജനം? ഇവയെല്ലാം ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടത് എന്തെന്ന് ഞാൻ പറയാം. ചിരണ്യേവ അനയന്തുമേ, എനിക്ക് വൽക്കലത്തെ തന്നാലും മരൂരി തന്നാലും അത് മാത്രമേ എനിക്ക് വേണ്ടൂ. അതല്ലാതെ യാതൊന്നും എനിക്ക് വേണ്ട. ശ്രീരാമചന്ദ്രൻ തനിക്ക് അനുയാത്ര വരാനായിട്ട് ആരും വരേണ്ട, അയോധ്യയിലെ സമ്പത്തൊന്നും തന്നെ തന്നെ കൂടെ വരണ്ട, താൻ മാത്രമായിട്ട് ലക്ഷ്മണനെയും സീതയും കൂട്ടി കാനനത്തിലേക്ക് പോകുന്നു. കാട്ടിലുള്ളതായ വിഭവങ്ങൾ കൊണ്ട് മാത്രമേ താൻ ജീവിക്കുകയുള്ളൂ എന്ന് ഉറപ്പായി പറഞ്ഞു കഴിഞ്ഞപ്പോ തനിക്ക് പരമാവധി വേണ്ടത് വൽക്കലം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവിന് തന്റെ ആ വാക്കുകളെ വിട്ടുകളയേണ്ടതായിട്ട് വന്നു. ഇത് കൈകേയിക്ക് വളരെയേറെ സന്തോഷം നൽകി. കൈകേയി അധചീരാണി കൈകേയി സ്വയം ആഹൃത്യ രാഘവം ഉവാച പരിധത്സ്വേതി ജനമുഖേ നിരപത്രപ. ആ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കവേ യാതൊരു ലജ്ജയും കൂടാതെ കൈകേയി ഉടനെ തന്നെ ഓടിച്ചെന്ന് മരൗരി എടുത്തുകൊണ്ടുവരുന്നു, രാമനും ലക്ഷ്മണനും സീതയ്ക്കും വേണ്ടിയിട്ട്. എന്നിട്ട് അത് അവർക്ക് നൽകുകയാണ്. യാതൊരു ലജ്ജയും കൂടാതെ ആ രാജകുമാരന്മാർക്കും രാജകുമാരിക്കും സന്യാസിമാർക്ക് ഉചിതമായിരിക്കുന്ന മരൗരി കൊടുക്കുന്നു. ഇതാണ് കൈകേയി തുടർന്ന് ചെയ്യുന്നതായ പ്രവൃത്തി. അത് കണ്ടിട്ട് എല്ലാവരും ദുഃഖിച്ചു, എല്ലാവരും പൊട്ടിക്കരഞ്ഞു. മരൗരി ധരിച്ചുകൊണ്ടാണ് രാമലക്ഷ്മണന്മാര് കാനനത്തിലേക്ക് പോകുന്നത്. സീതയും മരൗരി ധരിച്ചു പോകണമെന്നതായിരുന്നു കൈകേയിയുടെ ആഗ്രഹം. പക്ഷെ നടന്നില്ല. വസിഷ്ഠൻ അതിനെ തടഞ്ഞു. ദശരഥ മഹാരാജാവും തടഞ്ഞു. സീതാദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് വേണം കാനനത്തിലേക്ക് പോകാനെന്ന് ദശരഥൻ വിധിച്ചു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. വാൽമീകി രാമായണം ചർച്ച ചെയ്യാം. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.